23/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, മൗനമായിരിക്കുന്നതും വളരെ വലിയ ഗുണമാണ്. നിങ്ങൾ മൗനമായിരുന്ന് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ വളരെയധികം സമ്പാദ്യം ശേഖരിക്കും. ചോദ്യം: ഏതൊരു വാക്കുകൾ കർമ്മസന്യാസത്തെ സിദ്ധമാക്കുന്നു, ആ വാക്ക് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കില്ല? ഉത്തരം: ഡ്രാമയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ ചെയ്യും. ബാബു പറയുന്നു, ഇത് കർമ്മസന്യാസിയായി. നിങ്ങൾക്ക് കർമ്മം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. പുരുഷാർത്ഥമില്ലാതെ വെള്ളം പോലും ലഭിക്കുകയില്ല. അതിനാൽ ഡ്രാമ എന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. പുതിയ രാജധാനിയിൽ ഉയർന്ന പദവി നേടണമെങ്കിൽ നല്ലവണ്ണം പുരുഷാർത്ഥം ചെയ്യൂ. ഓം ശാന്തി. ആദ്യം കുട്ടികൾക്ക് ജാഗ്രത ലഭിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ, സമ്പത്തിനെ ഓർമ്മിക്കൂ. മന്മനാഭവ. ഈ വാക്കും വ്യാസൻ എഴുതിയിരിക്കുകയാണ്. ബാബു മനസ്സിലാക്കിച്ചു തന്നത് സംസ്കൃതത്തിലല്ല, ബാബ ഹിന്ദിയിൽ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. കുട്ടികളോട് പറയുന്നു, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഇത് സഹജമായ വാക്കാണ്. ഹേ കുട്ടികളെ, പിതാവായ എന്നെ ഓർമ്മിക്കൂ. ലൗകിക പിതാവ് ഹേ കുട്ടികളെ, തൻ്റെ പിതാവായ എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുകയില്ല. ഇത് പുതിയ കാര്യമാണ്. ബാബു പറയുന്നു, ഹേ കുട്ടികളെ, നിരാകാര പിതാവായ എന്നെ ഓർമ്മിക്കൂ. ആത്മീയ പിതാവ് ആത്മാക്കളായ നമ്മളോട് സംസാരിക്കുകയാണ് എന്നതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബയെ ഓർമ്മിക്കൂ എന്ന് അടിക്കടി കുട്ടികളോട് പറയുന്നത് ശോഭിക്കുകയില്ല. ആത്മീയ പിതാവിനെ ഓർമ്മിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും അപ്പോൾ തന്നെയാണ് വികർമ്മ വിനാശമാകുന്നതെന്നും കുട്ടികൾക്കറിയാം. കുട്ടികൾ നിരന്തരം ഓർമ്മിക്കുന്നതിന് പ്രയത്നിക്കേണ്ടി വരും. ഈ സമയം ആർക്കും നിരന്തരം ഓർമ്മിക്കുവാൻ സാധിക്കില്ല, സമയമെടുക്കുന്നു. ഈ ബാബു പറയുന്നു, അതായത് ബ്രഹ്മാവ് പറയുന്നു, എനിക്കും നിരന്തരം ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ആ അവസ്ഥ പിന്നീട് നിലനിൽക്കും. കുട്ടികളായ നിങ്ങൾക്ക് ആദ്യം ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം തന്നെ ചെയ്യേണ്ടതുണ്ട്. ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ഭാരതവാസികളുടെ തന്നെ കാര്യമാണ്. ഈ ദൈവിക രാജധാനിയുടെ സ്ഥാപന ഉണ്ടാകുന്നു. ആരാണോ ധർമ്മം സ്ഥാപിക്കുന്നത് അവർക്ക് ഡിഫിക്കൽറ്റി ഒന്നും ഉണ്ടാകുന്നില്ല. അവർക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർ ആരാണോ അവരെ ജ്ഞാനത്തിലൂടെ ഉയർത്തേണ്ടി വരുന്നു. പ്രയത്നം തോന്നുന്നു. ഗീത, ഭാഗവതം തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ ബാബ സംഗമത്തിൽ രാജധാനി സ്ഥാപിക്കുന്നു എന്നതില്ല. പാണ്ഡവർ പർവ്വതങ്ങളിൽ പോയി, പ്രളയമുണ്ടായി തുടങ്ങിയവ ഗീതയിൽ എഴുതിയിരിക്കുന്നു. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകളിലാണെങ്കിൽ ഇവിടത്തേക്ക് വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. സാധു സന്യാസിമാർ തുടങ്ങി ആരെല്ലാം ഉണ്ടോ അവർ ഭാവിയിലേക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. കാരണം അവർ മനസ്സിലാക്കുന്നു, നമ്മൾ ശരീരം ഉപേക്ഷിച്ച് മുക്തിധാമത്തിലേക്ക് പോകും, ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും, ആത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരുമെന്ന്. അപ്പോൾ അതും ഭാവിയിലേക്കുള്ളതായി. എന്നാൽ ഭാവിയിലേക്ക് വേണ്ടി പഠിപ്പിക്കുന്നത് ഒരേ ഒരു ആത്മീയ പിതാവാണ്. രണ്ടാമതായി ആരുമില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്ന് തന്നെയാണ് എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. അതെല്ലാം അയഥാർത്ഥമാകുന്നു. ഇത് ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. അവരും സാധന ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മത്തിൽ ലയിക്കുന്നതിനുള്ള സാധന അയഥാർത്ഥമാണ്. ആർക്കും ലയനമുണ്ടാവുക സാധ്യമല്ല. ബ്രഹ്മമഹത്തത്വം ഭഗവാനല്ല. ഇതെല്ലാം തെറ്റാണ്. അസത്യഖണ്ഡത്തിൽ എല്ലാവരും അസത്യം പറയുന്നവരാണ്. സത്യഖണ്ഡത്തിൽ
എല്ലാവരും സത്യം പറയുന്നവരാണ്. നിങ്ങൾക്കറിയാം, സത്യഖണ്ഡം ഭാരതത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ അസത്യഖണ്ഡമാണ്. ബാബയും ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ശിവജയന്തി ആഘോഷിക്കുന്നു. എന്നാൽ ശിവൻ വന്ന് ഭാരതത്തെ സത്യഖണ്ഡമാക്കി എന്നതറിയുന്നില്ല. വരുന്നതേയില്ല. ആ ഒന്ന് നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. കേവലം മഹിമ പാടുന്നു, പതീത പാവനൻ, ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന്. അതും തത്തയെ പോലെ പറയുകയാണ് ചെയ്യുന്നത്. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നുണ്ട്, ഗീതാ ജയന്തിയുമുണ്ട്. കൃഷ്ണൻ വന്ന് ഗീത കേൾപ്പിച്ചതായി പറയുന്നു. ഗീതയെക്കുറിച്ച് ആർക്കും അറിയില്ല. ശിവജയന്തിയെക്കുറിച്ച് ആർക്കും അറിയില്ല. ശിവൻ എന്താണ് വന്ന് ചെയ്യുന്നത്, വരുന്നതും എങ്ങനെയാണ്. നാമരൂപത്തിൽ നിന്നും വേറിട്ടത് എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. പിന്നെ ഈ ജ്ഞാനം പ്രായേണ ലോപിക്കുന്നു. ബാബ സ്വയം പറഞ്ഞു തരുന്നു, ഞാൻ വന്ന് ഭാരതത്തെ വീണ്ടും സ്വർഗമാക്കുന്നു. പതീത പാവനായി ഒരാൾ ഉണ്ടാകുമല്ലോ. മുഖ്യമായത് ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. ഭാരതം തന്നെയാണ് പതീതം. പതീത പാവനെ ഭാരതത്തിൽ തന്നെയാണ് വിളിക്കുന്നത്. സ്വയം പറയുന്നു, വിശ്വത്തിൽ ചെകുത്താൻ്റെ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നു. ബോംബുകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ വിനാശം നടക്കണം. തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ രാവണനാൽ പ്രേരിപ്പിക്കപ്പെട്ടതുപോലെ. രാവണന്റെ രാജ്യം എപ്പോൾ ഇല്ലാതാകും? ഭാരതവാസികൾ പറയും, കൃഷ്ണൻ വരുമ്പോൾ എന്ന്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ശിവ് ബാബ വന്നു കഴിഞ്ഞു. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഈ വാക്ക് മറ്റാർക്കും പറയുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് പറയുന്നത്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ മാലിന്യം മാറും. നിങ്ങൾ സദോ പ്രധാനമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ മാലിന്യം ചേർന്നിരിക്കുന്നു. അത് ഓർമ്മയിലൂടെ മാത്രമേ മാറുകയുള്ളൂ. ഇതിനെ ഓർമ്മയുടെ യാത്ര എന്ന് പറയുന്നു. ഞാൻ തന്നെയാണ് പതീത പാവനൻ. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഇതിനെ യോഗ അഗ്നി എന്ന് പറയുന്നു. സ്വർണത്തെ അഗ്നിയിലിട്ട് അതിൽ നിന്നും മാലിന്യം മാറ്റുന്നു. പിന്നെ സ്വർണത്തിൽ കലർപ്പ് ചേർക്കുന്നതിന് അഗ്നിയിലിടുന്നു. ബാബ പറയുന്നു, അതാണ് കാമചിത, ഇതാണ് ജ്ഞാനചിത. ഈ യോഗ അഗ്നിയിലൂടെ കലർപ്പ് മാറും. നിങ്ങൾ കൃഷ്ണപുരിയിൽ പോകുന്നതിന് യോഗ്യരാകും. കൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനെ വിളിക്കുന്നു. നിങ്ങൾക്കറിയാം, കൃഷ്ണനും ബാബയിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. കൃഷ്ണൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. ബാബയാണ് കൃഷ്ണന് ഈ പദവി നൽകിയത്. രാധാകൃഷ്ണന്മാർ തന്നെയാണ് പിന്നെ ലക്ഷ്മി നാരായണനാകുന്നത്. രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ലക്ഷ്മി നാരായണനെ കുറിച്ച് ആർക്കും അറിയില്ല. മനുഷ്യൻ തീർത്തും കുഴങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആദ്യം ചോദിക്കണം, ഗീതയിൽ എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് പറഞ്ഞത്? ശ്രീകൃഷ്ണനാണ് പറഞ്ഞത് എന്നവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഭഗവാൻ നിരാകാരമാണ്. ആ ഒന്നിൽ നിന്ന് തന്നെയാണ് ഉയർന്നത്, അതായത് ശ്രേഷ്ഠ മതം ലഭിക്കുന്നത്. ഉയർന്നതിലും ഉയർന്നത് പരംപിത പരമാത്മാവ് തന്നെയാണ്. ആ ഒന്നിൻ്റേത് തീർച്ചയായും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠ മതമായി. ആ ഒന്നിൻ്റെ ശ്രീമത്തിലൂടെ തന്നെയാണ് സർവരുടെയും സദ്ഗതി ഉണ്ടാകുന്നത്. ഗീതയുടെ ഭഗവാൻ എന്ന് ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും പറയുവാൻ സാധിക്കില്ല. അവർ പിന്നെ ശരീരധാരിയായ ശ്രീകൃഷ്ണനെ പറയുന്നു. അപ്പോൾ ഇതിലൂടെ സിദ്ധമാകുന്നത് തീർച്ചയായും എവിടെയോ തെറ്റുണ്ട് എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു, മനുഷ്യരുടേത് വലിയ തെറ്റാണ്. രാജയോഗം ബാബയാണ് പഠിപ്പിച്ചത്. ആ ഒന്ന് പതീത പാവനാണ്. ഏതെല്ലാമാണോ വളരെ വലിയ വലിയ തെറ്റുകൾ, അവയിൽ ഊന്നൽ നൽകണം.
ഒന്നാണ് ഈശ്വരൻ സർവവ്യാപി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഗീതയുടെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. കൽപ്പം ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നത്. ഇത് വളരെ ഭാരിച്ച തെറ്റാണ്. കൽപ്പം ലക്ഷം വർഷങ്ങളുടേതാവുക സാധ്യമല്ല. പരമാത്മാവ് സർവവ്യാപിയാവുക സാധ്യമല്ല. ആ ഒന്ന് പ്രേരണയിലൂടെ എല്ലാം ചെയ്യുന്നതായി പറയുന്നു. എന്നാൽ അങ്ങനെയല്ല. പ്രേരണയിലൂടെ പാവനമാക്കുകയൊന്നുമില്ല. ഇത് ബാബ ഇരുന്ന് സന്മുഖത്ത് മനസ്സിലാക്കിച്ചു തരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ. പ്രേരണ എന്ന വാക്ക് തെറ്റാണ്. ശങ്കറിൻ്റെ പ്രേരണയിലൂടെ ബോംബുകളും മറ്റും ഉണ്ടാക്കുന്നതായി പറയുന്നു. പക്ഷേ ഇത് മുഴുവൻ ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ യജ്ഞത്തിലൂടെ തന്നെയാണ് ഈ വിനാശ ജ്വാല പുറപ്പെട്ടത്. പ്രേരണ ചെയ്യുന്നില്ല. ഇത് വിനാശത്തിന് വേണ്ടി നിമിത്തമായിരിക്കുന്നു. ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ശിവബാബയുടേത് തന്നെയാണ് മുഴുവൻ പാർട്ടും. അതിനുശേഷം പിന്നെ പാർട്ടുള്ളത് ബ്രഹ്മ വിഷ്ണു ശങ്കരനാണ്. ബ്രഹ്മാവ് ബ്രാഹ്മണരെ രചിക്കുന്നു. ആ ഒന്ന് പിന്നെ വിഷ്ണുപുരിയുടെ അധികാരിയാകുന്നു. പിന്നെ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി നിങ്ങൾ വന്ന് ബ്രഹ്മവംശികളായിരിക്കുന്നു. ലക്ഷ്മി നാരായണൻ തന്നെയാണ് വീണ്ടും വന്ന് ബ്രഹ്മ സരസ്വതി ആകുന്നത്. ഇതും മനസ്സിലാക്കിച്ചു തന്നു. ഇദ്ദേഹത്തിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. അതിനാൽ ഇദ്ദേഹത്തെ വലിയ മമ്മ എന്ന് പറയുന്നു. ആ ഒന്ന് പിന്നെ നിമിത്തമായിരിക്കുന്നു. കലശം മാതാക്കൾക്കാണ് നൽകപ്പെടുന്നത്. ഏറ്റവും വലിയ സിത്താർ സരസ്വതിക്കാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും തീവ്രമാണ്. ബാക്കി സിത്താരോ വാദ്യമോ മറ്റോ ഒന്നുമില്ല. സരസ്വതിയുടെ ജ്ഞാനമുരളി നല്ലതായിരുന്നു. സരസ്വതിയുടെ മഹിമ നല്ലതായിരുന്നു. നാമങ്ങൾ ധാരാളം വച്ചിരിക്കുന്നു. ദേവിമാരുടെ പൂജയുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ തന്നെയാണ് പിന്നെ പൂജ്യരാകുന്നത്. പിന്നെ പൂജാരിയായി തൻ്റെ തന്നെ പൂജ ചെയ്യും. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ്. പിന്നെ നമ്മൾ തന്നെ പൂജ്യ ദേവി ദേവതയാകും. യഥാ രാജാ റാണി തഥാ പ്രജ. ദേവിമാരിൽ ആരാണോ ഉയർന്ന പദവി നേടുന്നത്, അപ്പോൾ അവർക്ക് ക്ഷേത്രങ്ങളും വളരെയധികം ഉണ്ടാകുന്നു. ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, അവരുടെ പേരും പ്രശസ്തമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് പൂജ്യരും പൂജാരിയുമാകുന്നത്. ശിവ് ബാബയാണെങ്കിൽ സദാ പൂജ്യമാണ്. ആരാണോ സൂര്യവംശി ദേവി ദേവന്മാരായിരുന്നത്, അവർ തന്നെയാണ് പൂജാരിയും പിന്നെ ഭക്തരുമാകുന്നത്. താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും എന്നതിൻ്റെ ഏണിപ്പടി വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. ചിത്രമില്ലാതെയും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. പഠിച്ചുകൊണ്ട് പോകുന്നവരുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കുന്നു. 84 ജന്മങ്ങളുടെ ഏണിപ്പടി ഭാരതവാസികൾ തന്നെയാണ് കയറുന്നതും ഇറങ്ങുന്നതും. അവർക്കാണ് 84 ജന്മങ്ങളുള്ളത്. പൂജ്യരായിരുന്നു. പിന്നെ നമ്മൾ പൂജാരിയായി. ഹംസോ സോഹം, ഞാൻ തന്നെ അത് തന്നെ ഞാൻ എന്നതിൻ്റെ അർത്ഥവും നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കി. ആത്മാവ് തന്നെ പരമാത്മാവാവുക എന്നത് സാധ്യമല്ല. ബാബ ഹംസോ സോഹം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിച്ചു തന്നു. നമ്മൾ തന്നെ ദേവത, നമ്മൾ തന്നെ ക്ഷത്രിയനായി. ഹംസോ അതായത് നമ്മൾ തന്നെ എന്നതിന് മറ്റൊരർത്ഥവുമില്ല. പൂജ്യരും പൂജാരിയും ഭാരതവാസികൾ തന്നെയാണാകുന്നത്. മറ്റു ധർമ്മത്തിലുള്ളവരാരും പൂജ്യരും പൂജാരിയുമാകുന്നില്ല. നിങ്ങൾ തന്നെയാണ് സൂര്യവംശിയും ചന്ദ്രവംശിയുമാകുന്നത്. എത്ര നല്ല അറിവ് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് ദേവി ദേവതയായിരുന്നത്. നമ്മൾ ആത്മാക്കൾ നിർവാണധാമത്തിൽ വസിക്കുന്നവരാണ്. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദുഃഖം മുന്നിൽ വരുമ്പോൾ ബാബയെ ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ദുഃഖത്തിൻ്റെ സമയത്താണ് വന്ന് സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുന്നത്. പുതിയ സൃഷ്ടിയെ രചിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയല്ല, പഴയതിനെ പുതിയതാക്കുവാനാണ് ഞാൻ വരുന്നത്.
ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. ഇപ്പോൾ പുതിയ ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പഴയത് ഇല്ലാതാകേണ്ടതുണ്ട്. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. നിങ്ങൾ തയ്യാറാകുമ്പോൾ മുഴുവൻ രാജധാനിയും തയ്യാറാകും. കൽപ്പകൽപ്പങ്ങളിൽ ആര് എന്ത് പദവി നേടിയോ അതനുസരിച്ച് പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നു. ഡ്രാമയിൽ എന്ത് പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാകുമോ അത് തന്നെ നടക്കും എന്നത് പാടില്ല. പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. പിന്നെ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. എപ്പോഴും പുരുഷാർത്ഥത്തെയാണ് വലുതായി കണക്കാക്കപ്പെടുന്നത്. പ്രാപ്തി എന്ന് പറഞ്ഞ് ഇരുന്നു പോകരുത്. പുരുഷാർത്ഥമില്ലാതെ പ്രാപ്തി ലഭിക്കുക സാധ്യമല്ല. പുരുഷാർത്ഥമില്ലാതെ വെള്ളം പോലും കുടിക്കാൻ സാധിക്കില്ല. കർമ്മസന്യാസം എന്ന വാക്ക് തെറ്റാണ്. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരിക്കൂ. ബാബ എല്ലാവരെയും ഇവിടെ ഇരുത്തുകയില്ല. ശരണാഗതി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഭട്ടി ഉണ്ടാകണമായിരുന്നു. കാരണം അവരെ ശല്യം ചെയ്തു. അപ്പോൾ വന്ന് ബാബയുടെ അടുക്കൽ ശരണമെടുത്തു. ശരണം നൽകേണ്ടി വരുമല്ലോ. ഒരു പരംപിത പരമാത്മാവിൻ്റെ ശരണം തന്നെയാണ് എടുക്കപ്പെടുന്നത്. ഗുരുക്കന്മാരുടെയോ മറ്റോ ശരണം എടുക്കാറില്ല. വളരെയധികം ദുഃഖം ഉണ്ടാകുമ്പോൾ മടുപ്പ് തോന്നി വന്ന് ശരണമെടുക്കുന്നു. ഗുരുക്കന്മാരുടെ അടുക്കൽ ആരും മടുപ്പ് തോന്നി പോകാറില്ല. അവിടെ വെറുതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. രാവണൻ കാരണം നിങ്ങൾ വളരെയധികം മടുപ്പുള്ളവരായിരിക്കുന്നു. ഇപ്പോൾ രാമൻ വന്നിരിക്കുന്നു, രാവണനിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി. ആ ഒന്ന്, അതായത് രാമൻ നിങ്ങളെ ശരണത്തിൽ എടുക്കുന്നു. നിങ്ങൾ പറയുന്നു, ബാബ നമ്മൾ അങ്ങയുടേതാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോഴും ശിവ് ബാബയുടെ ശരണമെടുത്തിരിക്കുന്നു. ബാബ നമ്മൾ അങ്ങയുടെ തന്നെ മതമനുസരിച്ച് നടക്കും. ബാബ ശ്രീമത് നൽകുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും എന്നെ ഓർമ്മിക്കൂ. മറ്റെല്ലാവരുടെയും ഓർമ്മ ഉപേക്ഷിക്കൂ. എൻ്റെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. കേവലം ശരണമെടുക്കുന്നതിൻ്റെ കാര്യമല്ല, മുഴുവൻ ആധാരവും ഓർമ്മയുടെ മേലാണ്. ബാബയ്ക്കല്ലാതെ ഇങ്ങനെ ആർക്കും മനസ്സിലാക്കിച്ചു തരാൻ സാധിക്കില്ല. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബയുടെ അടുക്കൽ ഇത്രയും ലക്ഷങ്ങൾ വന്ന് എവിടെയിരിക്കും? പ്രജകളും അവരവരുടെ വീട്ടിലാണ് കഴിയുന്നത്. രാജാവിൻ്റെ അടുക്കൽ വന്ന് ഇരിക്കുന്നില്ല. നിങ്ങളോട് കേവലം പറയുന്നു, ഒന്നിനെ ഓർമ്മിക്കൂ. ബാബ നമ്മൾ അങ്ങയുടേതാണ്. അങ്ങ് തന്നെയാണ് സെക്കൻഡിൽ സദ്ഗതിയുടെ സമ്പത്ത് നൽകുന്നവൻ. രാജയോഗം പഠിപ്പിച്ച് രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ബാബ പറയുന്നു, ആര് കഴിഞ്ഞ കൽപ്പത്തിൽ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തിട്ടുണ്ടോ അവർ തന്നെ വന്ന് എടുക്കും. അവസാനം വരെയും എല്ലാവർക്കും വന്ന് ബാബയിൽ നിന്നും സമ്പത്ത് നേടേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ പതീതമായത് കാരണം സ്വയം ദേവത എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. പറയുന്നു, എൻ്റെ പ്രകാശരത്നങ്ങളെ, എപ്പോഴാണോ നിങ്ങൾ സത്യയുഗത്തിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ 1 മുതൽ രാജ്യം ഭരിക്കുന്നു. മറ്റുള്ളവരുടെ വൃദ്ധി ഉണ്ടാകുമ്പോൾ, ലക്ഷക്കണക്കിന് സംഖ്യയിലാകുമ്പോൾ രാജ്യം നടക്കുന്നു, അവരുടെ രാജ്യം. നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ യോഗബലത്തിലൂടെ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. മൗനമായിരുന്ന് പിന്നെ ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. പിന്നീട് നിങ്ങൾ മൗനമായിരിക്കും. പിന്നെ ഈ ചിത്രവും മറ്റും ഉപയോഗത്തിൽ വരില്ല. നിങ്ങൾ സമർത്ഥരാകും. ബാബ പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇനി ചെയ്യാം ചെയ്യാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഒരു ദേഹധാരിയുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത്. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ അന്തമതി സോഗതി ഉണ്ടാകും. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു ചേരും. ഫുൾ പാസ് ആകുന്നവർക്കാണ് രാജപദം ലഭിക്കുന്നത്. മുഴുവൻ ആധാരവും ഓർമ്മയുടെ യാത്രയുടെ മേലാണ്. മുന്നോട്ട് പോകവേ പുതിയവരും
വളരെയധികം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതെങ്കിലും ദേഹധാരിയുടെ നാമരൂപത്തിൽ കുടുങ്ങരുത്. ഒരു ബാബയുടെ ശ്രീമതനുസരിച്ച് നടന്ന് സദ്ഗതി നേടണം. മൗനമായിരിക്കണം. ഭാവിയിലെ 21 ജന്മത്തേക്കായി നല്ല രീതിയിൽ പഠിക്കണം. മറ്റുള്ളവരെ പഠിപ്പിക്കണം. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെയാണ് പേര് പ്രശസ്തമാകുന്നത്. വരദാനം: മന്മത്തിനെയും പരമത്തിനെയും സമാപ്തമാക്കി ശ്രീമത്തിലൂടെ പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന പദമാപദം ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ശ്രീമത്തിലൂടെ നടക്കുന്നവർക്ക് ഒരു സങ്കല്പം പോലും മന്മത്തോ പരമത്തോ അനുസരിച്ച് നടക്കുവാൻ സാധിക്കില്ല. സ്ഥിതിയുടെ സ്പീഡ് അഥവാ തീവ്രമല്ല എങ്കിൽ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ ശ്രീമത്തിൽ മന്മത്തോ പരമത്തോ മിക്സാണ്. മന്മത്ത് അതായത് അല്പജ്ഞ ആത്മാവിൻ്റെ സംസ്കാരം അനുസരിച്ച് ഏതൊരു സങ്കല്പം ഉൽപ്പന്നമാകുന്നുവോ അത് സ്ഥിതിയെ ഇളക്കുന്നു. അതിനാൽ ചെക്ക് ചെയ്യിക്കൂ. ഒരു ചുവട് പോലും ശ്രീമത്ത് കൂടാതെ ആകരുത്. അപ്പോൾ പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിച്ച് പദമാപദം ഭാഗ്യശാലി ആകുവാൻ സാധിക്കും. സ്ലോഗൻ: മനസ്സിൽ സർവരുടെയും മംഗളത്തിൻ്റെ ഭാവന നിലനിൽക്കണം. ഇത് തന്നെയാണ് വിശ്വമംഗളകാരിയായ ആത്മാവിൻ്റെ കർത്തവ്യം. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. സാഹചര്യങ്ങൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എന്നാൽ നിശ്ചയബുദ്ധിയായ കുട്ടികൾ സാഹചര്യങ്ങളിൽ തൻ്റെ സ്വസ്ഥിതിയുടെ ശക്തിയാൽ സദാ വിജയിയായി അനുഭവിക്കും. ലോകത്തുള്ളവരോ ബ്രാഹ്മണ പരിവാരത്തിലെ സംബന്ധ സമ്പർക്കത്തിലുള്ളവരോ ഇവർ തോറ്റുപോയി എന്ന് വിചാരിക്കുകയോ പറയുകയോ ചെയ്താലും അത് തോൽവിയല്ല, ജയമാണ്. ഏതെങ്കിലും സേവനത്തിൻ്റെയോ സംഘടനയുടെയോ പ്രകൃതിയുടെയോ പരിതസ്ഥിതി സ്വസ്ഥിതിയെ അഥവാ ശ്രേഷ്ഠസ്ഥിതിയെ ഇളക്കുകയാണെങ്കിൽ ഇതും ബന്ധനമുക്ത സ്ഥിതി അല്ല. ഈ ബന്ധനത്തിൽ നിന്നും മുക്തമാകൂ. ഓം ശാന്തി. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തി ദേവ, സുഖത്തിൻ്റെ
ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.